ഇന്നത്തെ ലാലേട്ടൻ എപ്പിസോഡിൽ സിബിനും ജാസ്മിനുമായിട്ടുള്ള പ്രശ്നം, അതായത് സിബിൻ ജാസ്മിനെ ഒരു ഗസ്റ്റർ കാണിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കാണിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പ്രശ്നമൊക്കെ ഉണ്ടായി, അതെല്ലാവർക്കും അറിയാം. അപ്പോൾ അത് ലാലേട്ടൻ ഒരു പ്രശ്നത്തിന് പരിഹാരമായിട്ട് ലാലേട്ടനല്ല ശരിക്കും പറഞ്ഞതിന് തീരുമാനം എടുക്കുന്നത് ബിഗ് ബോസിൻ്റെ ഒരു ക്രൂ മെമ്പറാണ്. ലാലേട്ടൻ ജസ്റ്റ് അവിടുന്ന് പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ വന്ന് പറയുന്നുള്ളതേ ഉള്ളൂ. അതാണ് പുള്ളി ഇടയ്ക്കിടയ്ക്ക് ഈ ബ്രേക്കിന് പോകുന്നത്. അപ്പോൾ അതൊരു തീരുമാനത്തിലെത്തിയത് ഡയറക്റ്റ് നമ്മുടെ സിബിനെ നോമിനേഷനിലേക്ക് ഇട്ടു. അതുപോലെ തന്നെ പവർ ടീമിൽ നിന്ന് സിബിനെ മാറ്റി. ഈ രണ്ട് കാര്യങ്ങൾ ചെയ്തു. അപ്പോൾ ഈ ഒരു സംഭവം ചെയ്ത ശേഷം ലാലേട്ടന് തിരികെ വന്ന് വീണ്ടും ആൾക്കാരോട് സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ ഋഷി അവിടെ ഇങ്ങനെ വിഷമിച്ച് ഇങ്ങനെ ഇരിപ്പുണ്ട്. അപ്പോൾ ലാലേട്ടൻ പണി ചോദിച്ച് മേടിച്ചതിൻ്റെ കൂട്ട് എന്താ മോനെ ഋഷി വിഷമിച്ചിരിക്കുന്നതെന്ന് വെറുതെ ചോദിച്ച സമയത്ത് ഋഷി എഴുന്നേറ്റ് പറയുന്നുണ്ട്, നമ്മുടെ സിബിനെ ഇതുപോലെ മാറ്റിയതിൽ പവർ റൂമിൽ നിന്ന് മാറ്റി, അതുപോലെ അതിനെനിക്ക് ഒരുപാട് വിഷമമുണ്ടെന്ന രീതിയിലൊക്കെ ഇങ്ങനെ സംസാരിച്ച സമയത്ത് അതെന്താ മോനെ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആർക്കാലും ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ പണിഷ്മെൻറ്റ് കിട്ടും എന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട്. അപ്പം ഋഷി ചോദിക്കുന്നുണ്ട്, അത് കറക്റ്റൊരു ചോദ്യമാണ്. പല ആൾക്കാർ ഇതിനു മുമ്പ് പല ടീമിലെ ആൾക്കാർ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, അവർക്കൊന്നും ഇതൊന്നും കൊടുത്തിട്ടില്ലല്ലോ എന്ന് ഒരു ഇത് ലാലേട്ടനോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഋഷി മാത്രമേ ഉള്ളത് എഴുന്നിട്ട് അങ്ങനെ ചോദിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഋഷിയുടെ ചോദ്യം ഒരുവിധം പറഞ്ഞ ഒരു നല്ല ചോദ്യം തന്നെയാണ്. പല ആൾക്കാരും നേരത്തെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടില്ല. അപ്പോൾ ലാലേട്ടൻ അതിനുള്ള മറുപടി പവർ ടീമല്ലേ സിബിനുള്ളത്, പവർ ടീമിൻ്റെ ഉള്ള ആൾ അങ്ങനെ ചെയ്തുകൊണ്ടാണ് അങ്ങനെ കൊടുത്തതെന്നാണ് ലാലേട്ടൻ കൊടുത്ത മറുപടി. പക്ഷേ അതൊരു ശരിയായ ഒരു മറുപടിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം നിയമം എല്ലാവർക്കും ഒരുപോലെ ബാധകമല്ലേ. പവർ ടീമിൽ അവർ ചെയ്തു, ഇവർ ചെയ്തു, മറ്റേ ടീമിൽ അവർ ചെയ്തു, അങ്ങനെയൊന്നുമില്ലല്ലോ. എന്തായാലും ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക. ഋഷി ലാലേട്ടനോട് ചോദിച്ച ചോദ്യം, നിങ്ങൾക്ക് അതിനെപ്പറ്റിയുള്ള അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക. കൂടുതൽ ബിഗ് ബോസ് വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്